വീട്ടിൽ തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് എന്തെങ്കിലും പാർട്ടി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരു പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിരുന്നുകാരെ ഞെട്ടിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ വിരുന്നുകാരുടെ മുന്നിൽ നിങ്ങൾക്ക് സ്റ്റാറായിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ല, ഒരു അടിപൊളി ചെമ്മീൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് കാണിച്ചു തരുന്നത്. നല്ല സിമ്പിളായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവറോൾ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ പരിപാടി കഴിയും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നിറവാണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചെറിയൊരു മിക്സ് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 5-6 കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയും ഏകദേശം ഒരു 8 ചെറിയല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ചധികം തന്നെ മല്ലിയില വേണം. ഒരു കപ്പ് നിറയെ എടുത്തോ കേട്ടോ, ഒരു കൈപ്പിടി നിറയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും കുറച്ചധികം തന്നെ ആയിട്ട് വേണേ, അതും കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. കുരുമുളകും പച്ചമുളകും ഓൾറെഡി ഇട്ടതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറച്ച് നോക്കിയിട്ട് മാത്രം ഒഴിക്കുക, കാരണം ഒരുപാട് വേണ്ട. നമ്മൾ ചെമ്മീനിൽ പിന്നെ ഭയങ്കര കുത്തൽ വരും പുളിൻ്റെ, അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ ഒട്ടും തന്നെ വെള്ളമില്ലാതെ മാക്സിമം അരച്ചെടുക്കാൻ നോക്കണേ. അഥവാ ചില മിക്സിയുടെ ജാറിൽ അരയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അങ്ങനെയാണെങ്കിൽ 1-2 സ്പൂൺ വെള്ളം കുടഞ്ഞിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നിറവാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് വലിയ സൈസ് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള വെയിറ്റ് 1/2 കിലോനാണ് കേട്ടോ നമ്മുടെ ചെമ്മീൻ്റെത്. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ ഒരു വയറു ഭാഗമൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു നാരൊക്കെ എടുത്ത് മൊത്തത്തിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യട്ടെ ചെമ്മീൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തതാണ്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ല, അത് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് കാണുമ്പോൾ കുറച്ച് അധികമായിട്ട് തോന്നും, പക്ഷേ ഇത്രക്ക് വേണം കേട്ടോ, എങ്കിലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. നമുക്കൊരു മസാലയോട് കൂടിയിട്ടാണ് വേണ്ടത്. അങ്ങനെ ഇതാ മൊത്തത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരുപാടൊന്നും വെക്കണ്ട, കാരണം ചെമ്മീനല്ലേ, പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പിടിച്ചോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ 15 മിനിറ്റിന് ശേഷം ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ, ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലയും കുറച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മസാല റെഡിയാക്കിയിട്ട് ചെമ്മീൻ ആ ഒരു മസാലയോട് കൂടി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആ ഒരു വെളിച്ചെണ്ണയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പം നോക്കിയാൽ ചെമ്മീൻ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ രീതിയിലായിട്ടില്ലേ. അപ്പോൾ ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുക നന്നായിട്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെമ്മീൻ ഒരുപാട് മൊരിയൊന്നും വേണ്ട, പക്ഷെ നല്ലൊരു തിക്കായിട്ട് നല്ലൊരു ക്രീമി ആയിട്ട് ഇരിക്കണം കേട്ടോ. അതായത് ആ ഒരു മസാലയൊക്കെ ഒന്ന് കുറുകി ഒന്ന് സെറ്റ് ആയിക്കോട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ചെമ്മീൻ അറിയാലോ, ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റബ്ബർ പോലെ നമുക്ക് വേവാതെ പോലെ തോന്നും, അതായത് റബ്ബർ ടെക്സ്ചറായിട്ട് മാറും. ചെമ്മീൻ ഏകദേശം ഒരു 6 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ്, വലിയ ചെമ്മീനാണെങ്കിൽ അതിനനുസരിച്ച് 1-2 മിനിറ്റ് അധികമാവും. അത്രേ പണിയുള്ളൂ കേട്ടോ. ഭയങ്കര പെട്ടെന്ന് കുക്കാകുന്നൊരു മീറ്റാണല്ലോ ചെമ്മീൻ്റെത്, അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് ഓവർ ടൈം കുക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നല്ല കുറുകി നമ്മുടെ മസാലയൊക്കെ നോക്കി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഏകദേശം ഒരു 1/4 കപ്പ് ടു 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നല്ല കട്ടിയുള്ള പാൽ തന്നെ വേണം, അപ്പോഴാണ് ടേസ്റ്റ്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിക്കോട്ടെ. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചെമ്മീൻ നിറവാണ് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ പരിപാടിയുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളിനി ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടല്ലേ സെർവ് ചെയ്ത് കഴിക്കുള്ളൂ. ആ ഒരു സമയമാകുമ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് തിക്കാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഗ്രേവിക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ തിക്നെസ്, നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി.
അങ്ങനെ ഇതാ നമ്മുടെ ചെമ്മീൻ നിറവാണ് ഞാൻ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. എന്നാൽ ഒരുപാട് മെനക്കെട്ടുള്ള പണിയും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിതാ പൊറോട്ടയുടെ കൂടെയാണ് സെർവ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്